ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് വെറും റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസിൽ എടുത്തൊരു കേസ് ഇന്ന് NIA കേസായി മാറി. എത്ര ഭീകരതയാണ് നോക്കണത്. ഇനി അവരെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന NIA ആണ്. ഇതെങ്ങനെ, ഇതെന്താണ് ഇത് കാര്യം? നടപടി എന്നുള്ള നിലയ്ക്ക് എന്താ ഇപ്പൊ കാണുന്നത്? ഞങ്ങൾ ഈ നിയമ നടപടി എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് ആലോചിച്ചിട്ടാണ്. ഇന്ത്യയിലെ തന്നെ സമുന്നതനായ ഒരു നീതിന്യായ പീഠത്തിൽ പ്രവർത്തിച്ച ഒരാളുടെ അഭിപ്രായ പ്രകാരമാണ് അമൃതദാസിനെ ഞങ്ങൾ ഇവിടെ വക്കീലായിട്ട് വെച്ചിട്ടുള്ളത്. അത് കുടുംബവും സഭയും കൂടി ചേർന്നിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ തന്നെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ മേലെ ആരെങ്കിലും ഉപദേശം എടുക്കണം. കാരണം ഇന്നത്തെ വിധി വന്നിരിക്കുന്നത് അതിഭീകരമാണ്. റെയിൽവേ പോലീസിലുണ്ടായിരുന്ന കേസ് ഇപ്പോൾ എന്തായി? NIA കേസായി മാറി. NIA ആണ് ഇവരെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി എല്ലാ 14 ദിവസവും എന്ത് ചെയ്യണം? ഇവർ NIA പറയുന്ന സ്ഥലത്ത് ഒപ്പിടാൻ വേണ്ടി ചെല്ലണം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി മാറിയല്ലോ. നിങ്ങൾ വായിച്ചില്ലേ? NIA ഇൻട്രോഗേറ്റ് ചെയ്യണം എന്നുള്ള വിധിക്കകത്തുള്ളത്. എങ്ങനെയാണ് ഇത് മാറിയത്? എന്താണ് സംഭവിക്കുന്നത്? ജാമ്യം കിട്ടിയത് മാത്രം 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറപ്പിനോട് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യാണ്. എല്ലാവരും നൽകിയ ഉറപ്പിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് എഫക്റ്റീവ്ലി വരുന്നത് എന്താണ്? ഈ ഉറപ്പുകളൊന്നും അല്ല. ഈ ഉറപ്പൊന്നും അല്ലല്ലോ. ഇതിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ NIA കേസ് ഒരിക്കലും ഏറ്റെടുക്കില്ല എന്നുള്ളത്. പക്ഷേ ആ കോർട്ട് ഓർഡറിൽ പറയുന്നത് NIA അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്ന കോടതി വിധിക്കകത്തുള്ള പോയിന്റാണ് പ്രശ്നം. അതായത് NIA ആണ് ഇവരെ ഇനി ഇൻട്രോഗേറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കേണ്ട, TT കണ്ടുപിടിച്ചു. ഇവർക്ക് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു. TT അവിടുന്ന് പോലീസിനെ അറിയിക്കുന്നു. ആ പോലീസ് കേസെടുക്കുന്നു, റെയിൽവേ പോലീസ്. അത് പിന്നെ മാറി ഇപ്പം NIA എൻക്വയറിയിലേക്ക് മാറുകയാണ് ഇവർ. അത് ഭീകരമായൊരു പ്രശ്നമാണ്. ഞങ്ങൾ കുടുംബം അതിശക്തമായി ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ജാമ്യം കിട്ടിയത് തന്നെ ഈ കേസിനകത്ത് മെറിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസ് ഇല്ലാതാകാനുള്ള ശ്രമങ്ങൾ ഞങ്ങളെടുത്തും. ഈ കന്യാസ്ത്രീകളെ ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി കോടതികൾ കയറി ഇറങ്ങാനുള്ള ഒരവസരം ഞങ്ങൾ സൃഷ്ടിക്കുന്നു. ആശങ്ക മാറിയിട്ടില്ല. ഒട്ടും ആശങ്ക മാറിയിട്ടില്ല. ആശങ്ക ഞങ്ങൾ നല്ല ആശങ്കയിലാണ്. ഈ കേസിൻ്റെ ഇൻട്രോഗേഷൻ NIAയിലേക്ക് മാറി എന്നൊക്കെയുള്ള വിധി വന്നതിൽ. പക്ഷേ അത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോടും ജനപ്രതിനിധികളോടും ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ജാമ്യം കിട്ടിയത് അവരുടെ എല്ലാവരുടെയും കൂടി പ്രവർത്തനം തന്നെയാണ്. ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെയും പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഈ കേസ് ഇല്ലാതാക്കാൻ നിങ്ങൾ മനസ്സിലാക്കി. 2 കന്യാസ്ത്രീകൾ നാളെ മുതൽ കോടതി വരാതെ പോയിട്ട് അവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയെന്നും പറഞ്ഞ് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാലുള്ള എന്താ അവസ്ഥ? ജയിലിൽ കിടക്കുന്നതിനേക്കാളും ഭീതി ഇതല്ലേ? അവരെ ചുറ്റുപാടുള്ള ആൾക്കാരെ എങ്ങനെ കാണുക? അവരെങ്ങനെ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കും? അവരെങ്ങനെ പാവപ്പെട്ട ജനങ്ങളോട് സേവനം നടത്തും? അതുകൊണ്ട് ഈ കേസിൻ്റെ FIR റദ്ദ് ചെയ്യാൻ വേണ്ടി ഈ കേസിൽ ഇടപെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളും FIR റദ്ദ് ചെയ്യാനും കൂടി ഇടപെടണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്.